ざいます。窓口でお求めの種類必ずお申し付けください。ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഫാമിലിക്കും കപ്പിൾസിനും കിഡ്സിനും എല്ലാവർക്കും ഒരുപോലെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് സ്പോട്ടാണ് ജപ്പാനിലെ നഗോയയിലുള്ള പോർട്ട് ഓഫ് നഗോയ പബ്ലിക് അക്വേറിയം. ഒരാൾക്കുള്ള ടിക്കറ്റ് 2000 yen ആണ്. ഇതിന്റെ കൂടെ തന്നെ ഷിപ്പ് മ്യൂസിയവും നഗോയ പോർട്ട് ബിൽഡിംഗും കൂടി കോംബോ ആയിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 2440 yen ആണ് ടിക്കറ്റിനുള്ളത്. ജപ്പാനിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പോയ ഷിപ്പ് മ്യൂസിയത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കാണാം. ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാനുള്ള പറ്റിയ സ്ഥലമാണ് പോർട്ട് ഓഫ് നഗോയ. ശരിക്കും പറഞ്ഞാൽ സമുദ്രത്തിനടിയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ടോട്ടലി വേർത്ത് ആയിട്ടുള്ള സ്ഥലം. ഇവിടെ സീ ലൈഫ് മാത്രമല്ല വെയിൽസിന്റെ ഹിസ്റ്ററിയും അനാട്ടമിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ വെയിലിന്റെ സ്കെൽറ്റൻ ആണ്. ഇതുപോലെ ഷാർക്കിന്റെ സ്കെലറ്റൻ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് ഡോൾഫിൻ ഷോ. കൃത്യം 12:30 തന്നെ ഷോ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുവരെ കാണികളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കുറെ ക്വസ്റ്റ്യൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിലുള്ള ഒരു ഡോൾഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവരും കൈയ്യടി പാസാക്കിയതിനു ശേഷമാണ് ഷോ ഒക്കെ ആരംഭിച്ചത്. ここで皆さんにお知らせがあります。先日10月2日に2頭のイルカが誕生日を迎えました。ഈ ഒരു ഡോൾഫിന്റെ ഷോയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണത്താൽ ആ ഷോ മാറ്റി വെക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ ഒരു ഷോ നമുക്ക് മിസ്സായിട്ടോ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ പെൻഗിനെ കാണാൻ പറ്റിയത്. ഇതൊക്കെ സ്ക്രീനിലൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. നേരിട്ട് കാണാൻ പറ്റിയത് ഇത് ആദ്യമായിട്ടാണ്. പെൻഗിൻ ഈ അക്വേറിയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ലൊരു ക്യൂട്ടാണ്. അതിന്റെ മൂവ്മെന്റ്സും നടത്തമൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പോർട്ട് ഓഫ് നഗോയ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.